നൂലിനെ കൊണ്ട് ഞാൻ ചെയ്തെടുത്ത ഒരു നെക്ക് ഡിസൈനാണിത്. അല്ലേ, റൗണ്ട് നെക്ക് ഡിസൈൻ. ഇതിൻ്റെ അകത്തൊരു ഓരോ ഫ്ലവർ മാതിരിയാണ് വരുന്നത്. അല്ലേ, ഈ ഫ്ലവർ ഓരോ ഫ്ലവർ. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യാന്ന് കാണിച്ചു തരാം. ഈ ലൈറ്റ് പിങ്ക് കളറുണ്ട് ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ തുന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൗണ്ട് നെക്ക് ഡിസൈൻ തുന്നാൻ വേണ്ടി ആദ്യം ചെയിനിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നെക്കിൽ ഞാൻ 150 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 150 ചെയിൻ ഇട്ട് വയ്ക്കാൻ. ഇപ്പോൾ 150 ചെയിൻ ഇട്ട് വെച്ച് ഞാൻ ഇനി അടുത്ത റൗണ്ടിൽ ചെയ്യുന്ന ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ ഈ അറ്റം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അതേമാതിരി ഞാൻ ഓരോന്നിനുള്ള കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊണ്ടുപോകുന്നു. ഇനി അടുത്ത ചെയ്യുന്ന ഇതിൻ്റെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ 3 ചെയിനിട്ടിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്ത് മൂന്ന് ചെയിനായില്ല, 3 ഡബിൾ ക്രോഷ്യ. നാലാമത്തേൻ്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് ഒരു ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. എന്നാലേ ഇതാവുള്ളൂ, ഇതിൻ്റെ റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് സ്ട്രെയിറ്റ് ആയിപ്പോൾ അതിനെക്കൊണ്ട് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ക്രോഷ്യ ചെയ്ത് പിന്നെ നാലാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുപോകണം. അപ്പം നല്ല റൗണ്ട് ഷേപ്പ് അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തു. അപ്പോൾ അതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ വന്നുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതില്ല. അവിടെ 3 ചെയിനുണ്ട്, 1 ഡബിൾ ക്രോഷ്യ, വീണ്ടും 2 ചെയിനുണ്ട്. 2 ചെയിനിട്ടിട്ട് ഈ ഒരു ഇത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അതേമാതിരി ഒരു ബോക്സ് ഉണ്ടാക്കി പിന്നെ വീണ്ടും 2 ചെയിനിടുക. ഈ ചെയിനിട്ടിട്ട് ഇത് ഒഴിവാക്കിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇതേമാതിരി വന്നു. പിന്നെ വീണ്ടും 2 ചെയിനുണ്ട്, ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് ബോക്സ് ഉണ്ടാക്കി ചെയ്തുകൊണ്ട് വരണം.
ഞാനൊരു റൗണ്ട് നെക്കിൻ്റെ ഡിസൈൻ കണ്ട് ഇതേമാതിരി ചെയ്തെടുത്ത ഒരു പൂവ് മാതിരി ഉള്ളത് 3 അത് വെച്ചിട്ട് അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. അത് നോക്കി നോക്കാം. 2, 3, 4, 5 അത് കഴിഞ്ഞിട്ട് വേണം അവിടെ ചെയ്യണമെങ്കിൽ. കണ്ടോ? 5 ബോക്സ് എന്ന് കഴിഞ്ഞിട്ട് വേണം ചെയ്തെടുക്കണമെങ്കിൽ. ശരിക്കും വരുന്നത് ഇവിടെ അത് അവസാനിപ്പിക്കുക. ഇവിടെ അവസാനിപ്പിച്ചിട്ട് എടുക്കുക. അടുത്ത പൂവ് ഉണ്ടാക്കുന്ന വിധാണ്. ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പൂവ്. അടുത്ത പൂവ് ഉണ്ടാക്കുന്ന വിധം 1, 2, 3, 4, 5. 5 എന്നല്ലേ ഇവിടെ എടുത്തത്. നോക്കാം. 1, 2, 3, 4. അഞ്ചാമത്തേൻ്റെ മുകളിൽ കുളത്തിയത് 1, 2, 3, 4. അഞ്ചാമത്തേൻ്റെ മുകളിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അഞ്ചാമത്തേൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി എടുക്കുക. അതേമാതിരി ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ അതേമാതിരി ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഓരോ ഇതിനകത്ത് നിന്ന് 6 ഇത് വീതം ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഇവിടെ 6 ചെയ്തെടുത്ത് ഓരോന്നിൻ്റെ മുകളിൽ 6. നാലെണ്ണായി. 5. 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇനി അടുത്തതിൻ്റെ മുകളിൽ നിന്ന് അതേമാതിരി തന്നെ 6 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിൽ നിന്ന് 6 അങ്ങനെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതേമാതിരി ഞാൻ ചെയ്യും. അപ്പോൾ ഇതേമാതിരി വരും. അപ്പോൾ ഇവിടുത്തെ അടുത്തതിൻ്റെ മുകളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കും. അപ്പോൾ അതേമാതിരി വരുന്നത്. ഇനി അടുത്ത ചെയ്യുന്നത് ഇവിടെ 2 ചെയിനിടുക. 3 ചെയിനിടുക. ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ്. ഇനി അടുത്ത് തിരിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് 2 ചെയിനിടുക. ഈ ഇതിൻ്റെ മുകളിൽ ഒരു 3 ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് വെക്കുക. റൈറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് അടുത്തതിൻ്റെ ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഇതേപോലെ ചെയ്ത മാതിരി തന്നെ 3 ഡബിൾ ക്രോഷ്യകൾ ചെയ്തെടുക്കുക. ചെയ്തെടുത്ത് മിനി 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ഒഴിവാക്കി അതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. 3 അടുപ്പിച്ച് 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അത് ചെയ്തെടുത്തു. അത് ചെയ്തിട്ട് ഇതുവരെ ഇതേമാതിരി
ഈ ഇതുവരെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. അല്ല, ഈ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഈ സ്റ്റെപ്പ് ഒന്ന് ചെയ്തെടുക്കണം. 1 2 3 4 5 ഇവിടെ 2 ജോയിൻ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഈ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അതേമാതിരി ഈ സ്റ്റെപ്പ് ഇവിടെ ഇതേമാതിരി ചെയ്തെടുക്കുക. 5 ചെയ്തെടുക്കണം. ഇവിടെ ഇതുവരെ ഞാൻ ചെയ്തെടുത്തു. കണ്ടോ, ഇതേമാതിരി ചെയ്തെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന വിധം ചെയ്യുന്നത്, നമ്മൾ മറിച്ചിട്ട് ഇതവിടെ ചെയിനിടുക. 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് അതിൻ്റെ മുകളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കിയിട്ട് ഇവിടെ മറിക്കുക. എന്നിട്ട് ഇവിടെ വരില്ല ചെയ്ത് ചെയിനിടുക. 1 2 3 ചെയിനിടുക. ഇതവിടെയാണ് ചെയ്യുന്ന വിധം. ചെയിനിട്ടിട്ട് ഇവിടെ ഈ ഗ്യാപ്പിൻ്റെ ഉണ്ടത്, ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ചെയ്തെടുക്കുക. ഇതിവിടെ കാണുന്ന ഈ സ്റ്റെപ്പാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഏത് സ്റ്റെപ്പ് അറിയാം? ഇത് ഈ കാണുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പ് ഉണ്ടോ, ഈ സ്റ്റെപ്പാണ് ഇവിടെ രണ്ട് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുന്നത്. ഈ സ്റ്റെപ്പാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ചെയ്തെടുക്കുക. ഇവിടെ വന്നിട്ട് രണ്ട് ചെയിനിട്ടാണ്. 2 ചെയിനിട്ടിട്ട് ഇതിൻ്റെ അകത്ത് 3 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ശേഷം 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് വെച്ചതിൻ്റെ ഗ്യാപ്പിൻ്റെ അകത്ത് ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്തെടുക്കുക. വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ. പിന്നെ 3 ചെയിനിടുക. ചെയിനിട്ടിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്തെടുക്കുക. 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ അകത്ത് ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് 2 ചെയിനിടണം. എന്നിട്ട് ചെയിനിട്ട് എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ആദ്യം ജോയിൻ്റ് ആക്കി. പിന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കുക. പിന്നെ വീണ്ടും ഒരു 3 സിംഗിൾ ക്രോഷ്യ വീതം കൊടുക്കണം. അതേമാതിരി പിന്നെ ഇവിടെ അതേമാതിരി തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ ചെയിനിടാൻ എപ്പോഴും മറന്നു പോകും. 2 ചെയിനിട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യം 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ 3 ചെയിനിട്ടിട്ട് വീണ്ടും ആ ഗ്യാപ്പിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. പിന്നെ 2 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇവിടെ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ അതേമാതിരി ഇവിടെയും ചെയ്തു. ഇപ്പോൾ 3 വേണം അതേമാതിരി. 1 2 2 ചെയ്തതിന് ഒന്നും കൂടെ അതേമാതിരി ഗ്യാപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് കാണിച്ചിടുക. അതേമാതിരി ഞാൻ 3 തയ്ച്ചെടുത്ത് കൊണ്ട് ഇനി അടുത്ത റൗണ്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി ഇവിടെ ഞാൻ ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ടിൽ
ഇവിടെ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ഇവിടെ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ കൊടുത്ത് അതിൻ്റെ നടുക്കിലൊരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ 2 ചെയിനിട്ടിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ ചെയ്തിട്ടത് ഇതിൻ്റെ അകത്ത് 8 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ളത്. ഇതേമാതിരി ആദ്യം ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് പിന്നെ രണ്ടാമത് 8 എണ്ണം ചെയ്തെടുക്കണം. 4 6 7 8 എണ്ണം ചെയ്തെടുക്കാം. 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ട് ഇവിടെ ചെയിനിടുക. വീണ്ടും 3 ചെയിനിടുക. ഈ നടുക്കിലുള്ള ഈ സിംഗിൾ ക്രോഷ്യയിൽ ജോയിൻ്റ് ആക്കി കൊടുക്കുക. സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി. വീണ്ടും 3 ചെയിൻ ഇതേമാതിരി വന്നു. അപ്പം വീണ്ടും 3 ചെയിനിടുക. 2 3 ചെയിനിട്ടുള്ള ഈ ഇതിൻ്റെ അകത്ത് 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇവിടെ ചെയ്ത മാതിരി തന്നെ എന്നിട്ട് ഈ റൗണ്ടിൽ ചെയ്ത് ഇവിടെ ഫുള്ളാക്കുക. അതേമാതിരി ഞാൻ ചെയ്തെടുത്തുകൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് അവിടെ വരെ എത്തിയിട്ട് അതിന് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന ഇതാ ഇവിടുത്തെ ഈ റൗണ്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ അവസാനത്തെ ഈ റൗണ്ടിലാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, അവസാനത്തെ ഈ റൗണ്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം. രണ്ട് ചെയിനിടാതെ ഇവിടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തത് 4 ചെയിനുണ്ട്. 4 ചെയിനിട്ടിട്ട് ഇവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ അപ്പോൾ അതേമാതിരി വന്നു. പിന്നെ വീണ്ടും 2 ചെയിനുണ്ട്. 2 ചെയിനിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇവിടെ അതാ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. വീണ്ടും 4 ചെയിനിടുക. ഇട്ടിട്ട് ഇവിടെ ചെയ്ത് കൊടുക്കുക. ഒരു ക്യാപ്പ് മാതിരി വരും. അടുത്ത കഴിഞ്ഞിട്ട് 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്തെടുത്തു ഇതേമാതിരി വന്നു. ചെവി കടിക്കുന്നുണ്ട് കണ്ടോ. ഇനി അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഒന്ന് ഒഴിവാക്കുക. ഒരു ചെയിൻ ഒഴിവാക്കി ഇതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യ ചെയ്ത് 4 ചെയിനിടുക.
ഇങ്ങനെ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിൽ അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതേമാതിരിയുള്ളൊരു ഫ്ലവർ കിട്ടും. ഈ നെക്ക് ഡിസൈനിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞ് നെക്ക് ഡിസൈൻ കാണാൻ അതേമാതിരി ഉണ്ട്.